മലയാളത്തിലെ പ്രഥമ ദിനപത്രം, പ്രഥമ പോർട്ടൽ പുതിയ രൂപവും ഭാവവുമായി അതിൻ്റെ റീലോഞ്ചിങ് നടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി രാജീവ് അവർ അത് റീലോഞ്ചിങ് നിർവഹിച്ചു. ദീപികയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനുമാണ്. ദീപികയെക്കുറിച്ചിട്ടുള്ള അനുഭവങ്ങളും ഒപ്പം തന്നെ ദീപികയുടെ ഈ റീലോഞ്ചിങ് അവസരത്തിൽ ദീപികയെ കുടുംബത്തോട് അങ്ങേക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാമോ? ദീപികയുടെ ന്യൂസ് പോർട്ടലിൻ്റെ പുതിയ അപ്ഡേറ്റ് ചെയ്ത് പുതിയ രൂപത്തിൽ പുതിയ മുഖത്തോടു കൂടി ഇറങ്ങുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അതിൻ്റെ റീലോഞ്ച് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. ദീപിക മലയാളത്തിൽ ആദ്യത്തെ ദിനപത്രമാണ്. മറ്റു പത്രങ്ങൾ ഡിജിറ്റൽ ഫോമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ദീപികയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഇപ്പോൾ 28ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ടെക്നോളജി ഏറെ മാറി, പുതിയ രൂപങ്ങൾ വന്നു, മാധ്യമ സ്വഭാവം മാറി. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇന്നിപ്പോൾ ദീപിക ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം വിജയവും ആശംസിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ ശരിയായ രൂപത്തിലെത്തിക്കാനായി ദീപികയ്ക്ക് കഴിയട്ടെ. വസ്തുതകളായി അവതരിപ്പിക്കാനുള്ള ഒരു ധൈര്യം അത് ദീപിക കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വേറൊന്നുകൂടി അവിടെ ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ പെസഹ വേണം ഇത്തവണ മറ്റ് അവധികളോടൊപ്പം തന്നെ ബാങ്കുകൾ കൂടി അവധിയായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ മിക്കവാറും ആളുകളിലേക്ക് പോലും അത്തരം വാർത്തകൾ എത്തുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും? അതിന് മറ്റ് ഓൺലൈൻ പോർട്ടലുകളുടെ തെറ്റായ വഴികൾ മറികടന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ദീപികയ്ക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. സർ, ഈ ടൂറിസം രംഗത്തേക്ക് യുവജനങ്ങളെ കുറച്ചുകൂടെ കൊണ്ടുവരുന്നത് ഗുണകരമാവില്ലേ? ടൂറിസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ മേഖലയാണ്. കേരളം നിർബന്ധമായും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരിടമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ടൂറിസം പോലെയുള്ള പുതിയ മേഖലകളിലേക്ക് കേരളം പ്രവേശിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അത് നന്നായി തന്നെ സംരംഭകരാകാനായിട്ട് ഉള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നൊരു മേഖലയാണ് ടൂറിസം എന്നുള്ളത്. അതിലേക്ക് കൂടുതൽ ആളുകൾ വരട്ടെ. ആ രൂപത്തിൽ നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.